ശ്രീ ശങ്കര ഭഗവത്പാദർ രചിച്ച അദ്വൈതാനുഭൂതി എന്ന പ്രകരണ ഗ്രന്ഥത്തിന് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം. 71-ാം ശ്ലോകം. സ്ഫടികേ രക്തതാ മിഥ്യാ മൃഷാഖേ നീലതാ യഥാ തഥാ ജഗദിദം മിഥ്യാ ഏകസ്മിൻ അദ്വയേ മയി. സ്ഫടികേ കണ്ണാടിയിൽ, രക്തത പൂക്കളുടെയും മറ്റും രക്തനിറം പകർന്നു കാണുന്നത് മിഥ്യ വെറും ഭ്രമം. ഖേ ആകാശത്തിൽ, യഥാ നീലത അതുപോലെ നീലമേൽക്കട്ടിയും, മൃഷ വെറും ഭ്രമം, തഥാ അതുപോലെ, അദ്വയേ ഏകസ്മിൻ രണ്ടില്ലാത്ത ഒന്നായ അഖണ്ഡബോധത്തിൽ, ഇതം ജഗത് മിഥ്യ ഈ ജഗത്ത് വെറും ഭ്രമം. കണ്ണാടിയിൽ പൂക്കളുടെയും മറ്റും രക്തനിറം പകർന്നു കാണുന്നത് വെറും ഭ്രമം. ആകാശത്തിൽ അതുപോലെ നീലമേൽക്കട്ടിയും മറ്റും ഭ്രമം. അതുപോലെ രണ്ടില്ലാത്ത ഒന്നായ അഖണ്ഡബോധത്തിൽ ഈ ജഗത്ത് വെറും ഭ്രമം. ജഗദിദം മിഥ്യ ഈ ജഗത്ത് വെറും ഭ്രമം. എവിടെ? രണ്ടില്ലാത്ത ഒന്നായ അഖണ്ഡബോധത്തിൽ. ഈ ജഗത്ത് വെറും ഭ്രമം. എവിടെ? രണ്ടില്ലാത്ത ഒന്നായ അഖണ്ഡബോധത്തിൽ. ബോധം പ്രപഞ്ചത്തിൻ്റെ പരമകാരണമാണ്. പരമകാരണം രണ്ടില്ലാത്ത ഒന്നായ അഖണ്ഡബോധമാകാനേ പറ്റൂ. അതിൽ നിന്നും ഭിന്നമായ ഒരു ജഗത്തിൻ്റെ ഉണ്മ ഒരു ചിന്തകനും ഒരിക്കലും കണ്ടെത്താൻ കഴിയുകയില്ല. ഏതുപോലെ? കണ്ണാടിയിൽ രക്തനിറവും ആകാശത്തിൽ നീലമേൽക്കട്ടിയും കണ്ടെത്താൻ പറ്റാത്തതുപോലെ. പരമകാരണത്തിൽ അജ്ഞനല്ലാതെ മറ്റാർക്കും ഭേദം കണ്ടെത്താനേ സാധ്യമല്ല. 72-ാം ശ്ലോകം. ജീവേശ്വരാദിഭാവേന ഭേദം പശ്യതി മൂഢധീഃ നിർഭേദേ നിർവിശേഷേസ്മിൻ കഥം ഭേദോ ഭവേദ്ധ്രുവം. മൂഢധീഃ വസ്തുവിചാരം ചെയ്യാൻ കഴിയാത്ത മൂഢൻ ജീവേശ്വരാദിഭാവേന ജീവൻ, ഈശ്വരൻ തുടങ്ങിയ രൂപത്തിൽ ഭേദം പശ്യതി ഭേദം കാണുന്നു. നിർഭേദേ ഒരു ഭേദവുമില്ലാത്ത, നിർവിശേഷേ ഒരു പ്രത്യേകതയുമില്ലാത്ത, അസ്മിന് ഈ പരമകാരണബോധത്തിൽ, ധ്രുവം കഥം തീർച്ചയായും എങ്ങനെയാണ്, ഭേദഃ ഭവേത് ഭേദം വരാൻ കഴിയുക. വസ്തുവിചാരം ചെയ്യാൻ കഴിയാത്ത മൂഢൻ ജീവൻ, ഈശ്വരൻ തുടങ്ങിയ രൂപത്തിൽ ഭേദം കാണുന്നു. ഒരു ഭേദവുമില്ലാത്ത, ഒരു പ്രത്യേകതയുമില്ലാത്ത ഈ പരമകാരണബോധത്തിൽ തീർച്ചയായും എങ്ങനെയാണ് ഭേദം വരാൻ കഴിയുക. കഥം ഭേദോ ഭവേത് ധ്രുവം തീർച്ചയായും എങ്ങനെയാണ് ഭേദം വരാൻ കഴിയുക. തീർച്ചയായും കഴിയുകയേയില്ല. എന്തുകൊണ്ട്? ഈ പരമകാരണമായ ബോധം ഒരു ഭേദവുമില്ലാത്ത, ഒരു വിശേഷതയുമില്ലാത്ത അഖണ്ഡ സത്യമാണ്. താഴെ പറയുന്ന കാര്യങ്ങൾ ശാസ്ത്രീയമായി ചിന്തിച്ചറിയുക. ഒരു പരമകാരണത്തെ കണ്ടെത്താതെ ജഗത്തിൻ്റെ നിജസ്ഥിതി ഒരു ചിന്തകന് പിടികിട്ടുന്നതല്ല. പരമകാരണത്തെ കണ്ടെത്തിയാലോ ഒന്ന് മാത്രമേ ആയിരിക്കാൻ പറ്റൂ. അതിനുള്ളിലോ അതിനു പുറത്തോ ഒരു ഭേദവും സാധ്യമല്ല. അതിനുള്ളോ പുറമോ പോലും സാധ്യമല്ല. അതുകൊണ്ടാണ് അതിനെ ഒരു ഭേദവുമില്ലാത്തതെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ നിറം, തരം, ജനനം, മരണം, മറ്റു വികാരങ്ങൾ ഒന്നും തന്നെ പരമകാരണത്തിന് ഉണ്ടാവുക വയ്യ. അതുകൊണ്ടാണ് ഒരു വിശേഷവും ഇല്ലാത്തതെന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള പരമകാരണമാണ് അഖണ്ഡബോധരൂപമായ ബ്രഹ്മം. അതല്ലാതെ മറ്റൊന്നും ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ടാണ് തീർച്ചയായും അതിൽ ഭേദം സംഭവിക്കുക വയ്യ എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള പരമകാരണത്തിൽ ഈശ്വരൻ, ജീവൻ, ജഗത്ത് എന്ന ഭേദം ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പരമകാരണ സ്വരൂപം ചിന്തിച്ചറിയാൻ കഴിയാത്ത മൂഢൻ്റെ മൂഢബുദ്ധി മാത്രമാണ് അത് എന്നുള്ളതിൽ സംശയിക്കാനേയില്ല. ഭ്രമരൂപമായ അന്തഃകരണത്തിൻ്റെ തോന്നലാണ് അദ്വയ സത്യത്തിൽ ജീവഭ്രമം ഉളവാക്കുന്ന ഘടകം. അത് മാറിയാൽ അതോടെ ജീവഭ്രമവും അവസാനിക്കും. 73-ാം ശ്ലോകം. ലിംഗസ്യ ധാരണാദേവ ശിവോയം ജീവതാം വ്രജേത് ലിംഗനാശേ ശിവസ്യാസ്യ ജീവതാവേശതാ കുതഃ.
ലിംഗസ്യ ധാരണാത് ഏവ സൂക്ഷ്മശരീരം വന്നു ചേരുന്നത് കൊണ്ടാണ് അയം ശിവ ഈ അദ്വയബോധം ജീവതാം വ്രജേത് ജീവഭാവം കൈക്കൊള്ളുന്നത്. ലിംഗനാശേ സൂക്ഷ്മശരീരം ഇല്ലാതായാൽ പിന്നെ അസ്യ ശിവസ്യ ഈ അദ്വയ സത്യത്തിന് ജീവതാവേശതാകുതഃ ജീവഭാവം എവിടെ നിലനിൽക്കാനാണ്? സൂക്ഷ്മശരീരം വന്നു ചേരുന്നത് കൊണ്ടാണ് ഈ അദ്വയബോധം ജീവഭാവം കൈക്കൊള്ളുന്നത്. സൂക്ഷ്മശരീരം ഇല്ലാതായാൽ പിന്നെ ഈ അദ്വയ സത്യത്തിന് ജീവഭാവം എവിടെ നിലനിൽക്കാനാണ്? ജീവതാവേശതാകുതഃ ജീവഭാവം പിന്നെ എവിടെ നിലനിൽക്കാനാണ്? ജീവഭാവത്തിൻ്റെ പൊടി പോലും പിന്നെ കാണുകയില്ലെന്ന് ഭാവം. ആർക്ക്? അദ്വയബോധ സത്യത്തിന്. എപ്പോൾ? സൂക്ഷ്മശരീരം വിട്ടുപോയാൽ. അന്തഃക്കരണമാണ് സൂക്ഷ്മശരീരം. മനസ്സാണ് അതിൻ്റെ പ്രധാന ഘടകം. മറ്റെല്ലാം അതിൻ്റെ ഉപവിഭാഗങ്ങൾ മാത്രം. വന്നും പോയുമിരിക്കുന്ന കുറേ വിചാരങ്ങളും വികാരങ്ങളുമാണ് മനസ്സ്. ഇതെവിടെ നിന്ന് വരുന്നുവെന്നോ എങ്ങോട്ട് പോകുന്നുവെന്നോ ആർക്കും ഒരു നിശ്ചയവുമില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു വെറും ഭ്രമമാണെന്ന് തീർച്ച. തള്ളാനും കൊള്ളാനും പറ്റുന്നതായതുകൊണ്ട് ബോധത്തിന് വേണമെങ്കിൽ ഇതിനെ പൂർണ്ണമായും തള്ളിക്കളയാവുന്നതേയുള്ളൂ. അങ്ങനെ തള്ളിക്കളയാമെങ്കിൽ ജീവേശ്വര ജഗത് ഭേദത്തിൻ്റെ പൊടി പോലും പിന്നെ അവശേഷിക്കുകയില്ല. നിർവിശേഷമായ അഖണ്ഡബോധം ബാക്കി നിൽക്കുകയും ചെയ്യും. ഇങ്ങനെ നോക്കുമ്പോൾ ജീവനും അഖണ്ഡബോധ ബ്രഹ്മവും ഒന്നു തന്നെ എന്ന് കാണാൻ കഴിയും. 74-ാം ശ്ലോകം. ശിവ ഏവ സദാ ജീവോ ജീവ ഏവ സദാ ശിവഃ വേത്യൈക്യമനയോർയസ്തു സ ആത്മജ്ഞാനോ സ ആത്മജ്ഞോ ന ചേതരഃ. സദാ ജീവ എല്ലായ്പ്പോഴും ജീവൻ ശിവഃ ഏവ അദ്വയബ്രഹ്മം തന്നെയാണ്. സദാ ശിവ എപ്പോഴും അദ്വയബ്രഹ്മം ജീവഃ ഏവ ജീവൻ തന്നെയാണ്. യഹ ആരാണോ അനയോഹോ ജീവൻ്റെയും ബ്രഹ്മത്തിൻ്റെയും ഐക്യം വേത്തി ഏകത്വം അറിയുന്നയാൾ സഹ ആത്മജ്ഞഃ അയാൾ ആത്മാവിനെ അറിയുന്നവൻ. ഇതരഹ ന ആത്മജ്ഞോ ന ച ഇതരഹ ഇതരഹ ന അതറിയാത്തവൻ ആത്മാവിനെ അറിയുന്നില്ല. എല്ലായ്പ്പോഴും ജീവൻ അദ്വയബ്രഹ്മം തന്നെയാണ്. എല്ലായ്പ്പോഴും അദ്വയബ്രഹ്മം ജീവൻ തന്നെയാണ്. ആരാണോ ജീവൻ്റെയും ബ്രഹ്മത്തിൻ്റെയും ഏകത്വം അറിയുന്നയാൾ അയാളാണ് ആത്മാവിനെ അറിയുന്നവൻ. അതറിയാത്തവൻ ആത്മാവിനെ അറിയുന്നില്ല. സഹ ആത്മജ്ഞഃ അയാളാണ് ആത്മാവിനെ അറിയുന്നവൻ. ആര്? ജീവനും ബ്രഹ്മവും ഒന്നു തന്നെ എന്നറിയുന്നവൻ. വേദാന്തമെന്നറിയപ്പെടുന്ന ശ്രുതിയുടെ ഒരേ ഒരു പ്രമേയം ജീവബ്രഹ്മ ഐക്യ പ്രഖ്യാപനമാണ്. ഉപനിഷത്തുക്കളിലെ എല്ലാ ചർച്ചകളും ഈ ഐക്യാനുഭവം നേടിത്തരാനുള്ള ഉപായങ്ങൾ മാത്രം. സൃഷ്ടിസ്ഥിതി സംഹാരാദി ചർച്ചകൾ ഒന്നും അന്തിമമായ സത്യത്വമില്ല. അദ്വയ സത്യത്തോടടുപ്പിക്കാനുള്ള ഉപായങ്ങൾ മാത്രം. അദ്വൈത സത്യം ഉറപ്പു വന്നാൽ ചോദ്യങ്ങളൊക്കെ അവിടെ അവസാനിക്കുന്നു. ആ അനുഭവം തന്നെയാണ് മോക്ഷം. അതുതന്നെയാണ് ആത്മജ്ഞാനം. ബ്രഹ്മാനുഭവമെന്നും വസ്തു അനുഭവമെന്നും അനുഭവം രണ്ടു വിധം. ബ്രഹ്മത്തെയും വസ്തുവിനെയും വേർതിരിച്ച് അനുഭവിക്കുന്നതാണ് സത്യാനുഭവം. വസ്തു അനുഭവപ്പെട്ടാൽ ബ്രഹ്മം അപ്പാടെ അവസാനിക്കുന്നു. 75-ാം ശ്ലോകം. ക്ഷീരയോഗാദ്യഥാ നീരം ക്ഷീരവദൃശ്യത്തെ മൃഷ ആത്മയോഗാദനാത്മായം ആത്മാവദൃശ്യത്തെ തഥാ. യഥാ എപ്രകാരമാണോ നീരം വെള്ളം ക്ഷീരയോഗാത് പാലുമായി ചേരുമ്പോൾ മൃഷ വെറുതെ ക്ഷീരവദൃശ്യത്തെ പാലുപോലെ കാണാൻ ഇടവരുന്നത് തഥാ അതുപോലെ അയം അനാത്മാ ഭ്രമരൂപമായ ഈ ജഡം ആത്മയോഗാത് ആത്മാവിനോട് ചേരുമ്പോൾ ആത്മവദൃശ്യത്തെ ആത്മാവിനെപ്പോലെ കാണാനിടവരുന്നു. എപ്രകാരമാണോ വെള്ളം പാലുമായി ചേരുമ്പോൾ വെറുതെ പാലുപോലെ കാണാനിടവരുന്നത് അതുപോലെ ഭ്രമരൂപമായ ഈ ജഡം ആത്മാവിനോട് ചേരുമ്പോൾ ആത്മാവിനെപ്പോലെ കാണാനിടവരുന്നു. ആത്മവദൃശ്യത ആത്മാവിനെപ്പോലെ കാണാൻ ഇടവരുന്നു. എന്ത്? ഭ്രമരൂപമായ ജഡം. എന്തുകൊണ്ട്? ആത്മാവിനോട് ചേർന്ന് കാണപ്പെടുന്നത് കൊണ്ട്. ബോധരൂപനായ ആത്മാവിലുണ്ടാകുന്നതാണ് ഭ്രമരൂപമായ ജഡദർശനം.
അതിനൊരിക്കലും ആത്മാവിനെ വിട്ടുനിൽക്കാൻ സാധ്യമേയല്ല. അങ്ങനെ ആത്മാവിനോട് ചേരുമ്പോൾ ഭ്രമരൂപം വിട്ട് അതും ഉള്ളതാണെന്ന് തോന്നാൻ ഇടവരുന്നു. ഉള്ളതാണെന്ന തോന്നലാണ് ആത്മാവിനെപ്പോലെ കാണൽ. ഇതേതുപോലെ? പാലിനോട് ചേരുന്ന വെള്ളത്തെപ്പോലെ. പാലിനോട് ചേർന്ന് കഴിയുമ്പോൾ വെള്ളം പാലായി അനുഭവപ്പെടുന്നു. പക്ഷേ ഒരിക്കലും വെള്ളം പാലായിട്ടില്ല എന്നതാണ് വസ്തുത. അതുപോലെ ബ്രഹ്മരൂപമായ ജഡം ഒരിക്കലും ഉള്ളതല്ല എന്നതാണ് വസ്തുത. ഇവിടെ ഇല്ലാത്ത ജഡത്തിൽ നിന്നും ഉള്ളതായ ആത്മാവിനെ വേർതിരിച്ചു കാണുന്നതാണ് സത്യദർശനം. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.